ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ രൂക്ഷമായ വാക്തർക്കങ്ങൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ ലബനാനിൽ നടത്തിയ ആക്രമണത്തെ ചൊല്ലി നെതന്യാഹുവും ട്രംപും തമ്മിൽ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും നടന്നു. ഇറാൻ US പീസ് ടോക്കുകൾക്ക്, സന്ധി സംഭാഷണങ്ങൾക്ക് ഏറ്റവും വിലങ്ങുതടിയായത് ഇറാൻ ആ ചർച്ചയിൽ നിന്ന് പിന്മാറാൻ കാരണം ഇസ്രായേൽ ലബനാനിൽ നടത്തിയ കടുത്ത ആക്രമണങ്ങളായിരുന്നു. ആക്രമണം നടത്തുക മാത്രമല്ല, ബൈറൂത്ത് പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന സൂചനകളായിരുന്നു നെതന്യാഹു നൽകിയത്. ഇതോടുകൂടി ഇറാൻ പൂർണ്ണമായി സമാധാന സംഭാഷണങ്ങളിൽ നിന്ന് പിന്മാറുകയും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് കോപ്പുകൂട്ടുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് നെതന്യാഹുവിനെ വിളിച്ച് ട്രംപ് സംസാരിക്കുന്നത്. ഞാനില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകുമായിരുന്നു. എല്ലാവരും ഇസ്രായേലിനെ വെറുക്കുന്നു, എല്ലാവരും നിങ്ങളെ വെറുക്കുന്നു. ഇത്തരം രൂക്ഷമായ സംഭാഷണങ്ങളാണ് ട്രംപ് ടെലിഫോണിലൂടെ നെതന്യാഹുവിനോട് പറഞ്ഞത്. എന്നാൽ ഇത്തരം വാഗ്വാദങ്ങളൊന്നും നെതന്യാഹുവിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാക്കി എന്ന് കരുതാൻ കഴിയില്ല. ജയിലിൽ പോകേണ്ടിയിരുന്ന നെതന്യാഹുവിനെ യുദ്ധം നടത്തി സംരക്ഷിക്കുകയായിരുന്നു ട്രംപ് എന്ന കാര്യം വ്യക്തമാണ്. ഈ യുദ്ധം നെതന്യാഹുവിന് വേണ്ടി മാത്രമായിരുന്നു, ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നു. അമേരിക്കൻ താൽപ്പര്യം അതിൽ ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ട്രംപിനെ ഇപ്പോൾ കുഴക്കുന്നതും.